ഹായ് ഹലോ എല്ലാവർക്കും മനോസ് ഫിച്ച് ക്ലബിൻ്റെ യൂറോപ്പ് സീരീസിൻ്റെ 6th എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ യൂറോപ്പ് സീരീസിൻ്റെ ഇതുവരെയുള്ള എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് ഈ പ്ലേലിസ്റ്റിലുണ്ട്. ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഇവിടെ കയറിയാൽ കാണാൻ സാധിക്കും. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് നമ്മൾ ഫ്രാൻസിലുള്ള നീസ് എന്ന സ്ഥലത്തെ കാഴ്ചകളാണ്. നമ്മൾ രാവിലെ നേരത്തെ തന്നെ എണീച്ചു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മുടെ ബീച്ചിൻ്റെ സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് നല്ല ബ്രൈറ്റ് സണ്ണി ഡേ ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ നിറയെ ഉരുളൻ കല്ലുകളാണ് കേട്ടോ. സൈഡിലെല്ലാം നമ്മുടെ അവിടെയൊക്കെ മണൽ കാണുന്ന പോലെ ഇവിടെ നിറച്ച് ഉരുണ്ട കല്ലുകളാണ്. ഇന്നത്തെ നമ്മുടെ ട്രിപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂറോപ്പ് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ഒരുപാട് ക്യൂരിയോസിറ്റിയോട് കൂടി കാത്തിരുന്നൊരു ദിവസമാണിന്ന്. നമ്മളിങ്ങനെ സ്ഥലങ്ങൾ സെർച്ച് ചെയ്യുന്നതിനിടയ്ക്ക് നമ്മളുടെ കണ്ണിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഇത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് തോന്നിയത് മാത്രമല്ല, അധികം ആൾക്കാരെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൊരു സ്ഥലമായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. അതായത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ മലയാളത്തിലുള്ള ഒരു വീഡിയോ പോലും ഞാൻ കണ്ടില്ല. ഇനി കാണാത്തതാണോ എന്നറിയില്ല, എന്തായാലും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ വലിച്ചു നീട്ടാത്ത കാര്യത്തിലേക്ക് വരാം. നമ്മളിന്ന് പോകുന്നത് യൂറോപ്പിൻ്റെ ഗ്രേറ്റസ്റ്റ് ക്യാനിയൻ ആയിട്ടുള്ള ഗോർജ് വെർഡോണിലേക്കാണ്. നമ്മൾ താമസിക്കുന്ന നീസിൽ നിന്ന് ഇവിടേക്ക് ഏകദേശം 90 കിലോമീറ്റർ ആണുള്ളത്. അതായത് 2 മണിക്കൂർ ട്രാവൽ ഡിസ്റ്റൻസ്. നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് വഴിയൊന്നും ഇവിടേക്ക് വരാൻ പറ്റില്ല. ഒന്നെങ്കിൽ കാറ് റെൻറ്റിന് എടുക്കണം, അതല്ലെങ്കിൽ ഗൈഡഡ് ടൂർസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് നമ്മൾ വരുന്നത് ഗെറ്റ് യുവർ ഗൈഡ് വഴി ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മളടക്കം 8 പേരും നമ്മുടെ കൂടെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. ആ ഡ്രൈവറാണ് നമുക്ക് ഗൈഡായിട്ട് എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരുന്നത്. നമ്മുടെയുള്ള 1-2 പേർക്ക് വീഡിയോയിൽ വരാൻ അധികം താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൂടെയുള്ളവരുടെ വീഡിയോസ് എടുക്കാഞ്ഞത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് 4 US-കാരും 2 ഫിലിപ്പീൻസുകാരും പിന്നെ നമ്മൾ 2 ഇന്ത്യക്കാരും ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ US നിന്ന് വന്നതിൽ ഒരു ന്യൂലി മാരീഡ് കപ്പിൾ ഉണ്ടായിരുന്നു. അവരുടെ കല്യാണം 2 ദിവസം മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആ കപ്പിള് ഹസ്ബൻഡിൻ്റെ അച്ഛൻ ഹിമാചലുകാരനാണ്. അപ്പോൾ ആൾ നമ്മുടെ ഇന്ത്യൻ ഫുഡിനെ കുറിച്ചൊക്കെ വാചാലനാവുന്നുണ്ടായിരുന്നു. ദോശ, ഇഡ്ഡലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, സൗത്ത് ഇന്ത്യൻ ഫുഡും അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുമായിരുന്നു. ഇവിടേക്ക് പോകുന്ന വഴിയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. 2 മലയിടുക്കുകളിലൂടെയൊക്കെ പോകുന്ന പോലെ ആയിരുന്നു. ഒരുപാട് പേര് സൈക്കിൾ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വഴിയിലിങ്ങനെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും അതുപോലെയുള്ള സീനറീസ് ഇഷ്ടം പോലെ കാണാനുണ്ട്. നമ്മുടെ ഇന്നത്തെ ഡ്രൈവർ ആൾ ഭയങ്കര വാചാലനായിരുന്നു കേട്ടോ. ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾ അവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചറിനെ കുറിച്ചൊക്കെ പറയായിരുന്നു. അവിടെ അവർ പറയുന്നത് റോഡിൽ നടക്കുന്ന ആൾക്കാർ കഴിഞ്ഞാൽ പിന്നെ സൈക്കിൾ ചെയ്യുന്നവർക്കാണ് ഇമ്പോർട്ടൻസ്. അതിനനുസരിച്ചാണ് അവരുടെ ഡ്രൈവിംഗ് കൾച്ചർ. ഏകദേശം 1 മണിക്കൂർ ഡ്രൈവിന് ശേഷം അവിടെ അടുത്തൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഇറങ്ങി. നമ്മൾ താഴേക്ക് ഒരു സ്റ്റെപ്സ് ഇറങ്ങിപ്പോയി. അതിൻ്റെ അപ്പുറത്തെ ഓപ്പണിങ്ങിൽ കാണുന്നത് നമുക്ക് റിയൽ ആണോ എന്ന് സംശയം തോന്നുന്ന രീതിയിലുള്ളൊരു വാട്ടർഫോൾസ് ആയിരുന്നു. ഈ വാട്ടർഫോൾസിലേക്ക് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മുടെ ഇന്നത്തെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മളെടുത്ത പാക്കേജിൻ്റെ ഡീറ്റെയിൽസും ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളർ എടുത്ത് പറയുന്നത് കേട്ടോ, നല്ല നീല കളറിലുള്ള വെള്ളമാണ്. ഈ നിറയെ പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെ ഈ വെള്ളം ഇങ്ങനെ താഴേക്ക് ഒഴുകുകയാണെന്ന് മാത്രമല്ല, ഇവിടെ നിറച്ച് ചെടികളും ഉണ്ട്. അതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ഭംഗി. അങ്ങനെ അത്യാവശ്യം അവിടെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി. വീണ്ടും നമ്മുടെ യാത്ര തുടരുന്നു. ഇത്രയും പേര് വണ്ടിയിലുണ്ടെങ്കിലും അത്യാവശ്യം നല്ല സൈലൻസ് ആയിരുന്നു. കാരണം എല്ലാവരും ഒരു നിമിഷം പോലും പുറമേ നിന്ന് കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയായിരുന്നു. അത്രയ്ക്കും ഫ്രെയിംസ് ആയിരുന്നു എവിടെ നോക്കിയാലും. അങ്ങനെ ഏകദേശം 12 കൂടി നമ്മൾ അവിടുത്തെ ഒരു വില്ലേജിലെത്തി.
നമുക്ക് പിന്നീട് ഒരു 1.5 മണിക്കൂർ ടൈം തന്നു. അതിനിടയ്ക്ക് ആ വില്ലേജ് ഒന്ന് നടന്ന് കറങ്ങി വന്ന് കണ്ടോളാനും പറഞ്ഞു. പിന്നെ എന്തെങ്കിലും ഫുഡും കഴിക്കാം. അതായത് നമുക്കുള്ള ലഞ്ച് ബ്രേക്ക് കൂടിയാണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറി ഇതുപോലെ 2 സാൻഡ്വിച്ച് എടുത്തു ഇവിടുന്ന്. എന്നിട്ട് അത് കഴിച്ചുകൊണ്ടാണ് പിന്നീട് നടന്നത്. സമയം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ അത്യാവശ്യം വില്ലേജിലൂടെ നടന്ന് അവിടെ ഒരു ചർച്ചിലൊക്കെ കയറി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ടൈമായി. നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറി. എല്ലാവരും കറക്റ്റ് ടൈമിൽ തന്നെ എത്തി. നമ്മൾ ഇത്രയും ദിവസം പോയ പോലെയല്ല, ഇന്ന് കുറച്ചുകൂടി പങ്ക്ച്വൽ ആവണം. കാരണം മറ്റുള്ളവർക്ക് നമ്മൾ കാരണം ബുദ്ധിമുട്ടാവരുതല്ലോ. അപ്പോൾ അത് കാരണം നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടാണ് നമ്മളും ടൈം എടുക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഏകദേശം വൺ ഓഫ് ദ മെയിൻ വ്യൂ പോയിൻറ്റ്സിൽ ഒന്നായിട്ടുള്ള ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ ഗോർജ് വെർഡോനെ കുറിച്ച് പറയുകയാണെങ്കിൽ യൂറോപ്യൻ കോണ്ടിനെൻറ്റിലെ തന്നെ ഏറ്റവും വലിയ മലയിടുക്കാണ് ഇത്. തെക്ക് കിഴക്കൻ ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗോർജ് വെർഡന് ഏകദേശം 25 കിലോമീറ്റർ നീളവും 800 മീറ്റർ വരെ ആഴവും ഉണ്ടെന്നാണ് പറയുന്നത്. ഈ വെള്ളത്തിൻ്റെ കളർ തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത. സൈക്ലിംഗ്, ഹൈക്കിംഗ്, ട്രക്കിംഗ്, റോക്ക് ക്ലൈംബിംഗ്, റിവർ റാഫ്റ്റിംഗ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. ഇത്രയും ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ടെന്ന് മാത്രമല്ല, ഇവിടുത്തെ ഭൂപ്രകൃതി ഇത് ഒരുപാട് ടൂറിസ്റ്റുകളെ ഇപ്പോൾ ഇവിടേക്ക് ആകർഷിക്കുന്നുണ്ട്. റോക്ക് ക്ലൈംബിംഗ് എന്നും പറഞ്ഞാൽ ചെറിയ രീതിയിലല്ല കേട്ടോ, അതിസാഹസികമായിട്ട് തന്നെയാണ് ഇവരിവിടെ ചെയ്യുന്നത്. ഇവിടുന്ന് താഴേക്ക് നോക്കി കഴിയുമ്പോൾ നമുക്കൊരു അന്തവും കിട്ടുന്നില്ല. ശരിക്കും നോക്കി നിൽക്കുന്ന നമ്മൾ ശ്വാസം അടക്കി പിടിച്ച് നിന്നു തന്നെ വേണം പറയാൻ കേട്ടോ. ഇദ്ദേഹം ഇവിടെ കുറച്ച് നേരമായിട്ട് സ്റ്റക്കായി ഇരിക്കുകയാണോ നമ്മൾ പേടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ആൾ പതുക്കെ കയറി പോകുന്നുണ്ട്. അല്ല, ഇവരൊക്കെ ഇതിൻ്റെ എക്സ്പേർട്സ് ആയിരിക്കും, അല്ലാതെ നമ്മളെപ്പോലുള്ളൊരു സാധാരണ ഒരാൾ എന്തായാലും ഇതിന് ചെയ്യാൻ മുതിരില്ല. അങ്ങനെ കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു. നമ്മളിവിടുത്തെ അടുത്തൊരു കിടിലൻ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ കുറച്ചുകൂടി നമുക്ക് നദി വിശാലമായിട്ട് കാണാനുണ്ട്. നേരത്തെ കുറച്ചുകൂടി നാരോ ആയിട്ടായിരുന്നു കണ്ടിരുന്നതെങ്കിൽ ഇപ്പം വലിയ വിശാലമായിട്ടുള്ള നദി തന്നെയാണ് കാണുന്നത്. നദിയുടെ കുറുകെ ഒരു പാലുണ്ട്, അതിലൂടെ ആൾക്കാർ വാഹനങ്ങളിൽ പോകുന്നുണ്ട്. അതുമാത്രമല്ല, നദിയിലൂടെ കയാക്കിങ്ങും ബോട്ടിങ്ങും പോലുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഇവർ നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന ഫിലിപ്പീൻസുകാരിയായിരുന്നു കേട്ടോ. അവരായിട്ട് നമ്മൾ നല്ല കമ്പനിയായി. എന്തായാലും അവിടുന്ന് പതിയെ നമ്മൾ നമ്മുടെ യാത്ര തിരിച്ചു. ഒന്നും പറയാനുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിലും കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ് ആയിരുന്നു. ഇവിടുത്തെ യഥാർത്ഥ ഭംഗി ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രത്തോളം മനോഹരമായിരുന്നു ശരിക്കും. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് മറ്റൊരു വില്ലേജിലേക്കാണ്. അവിടെ നമുക്കൊരു മണിക്കൂർ സമയം തന്നു, വില്ലേജ് മൊത്തം ചുറ്റി നടന്ന് കണ്ടുവന്നോളാം പറഞ്ഞിട്ട്. ഈ 2 മലകൾക്കിടയിൽ ഒരു സ്റ്റാറിനെ കാണാനില്ലേ? ഇത് പണ്ടൊരു യുദ്ധം ജയിച്ച് വന്നപ്പോൾ അതിൻ്റെ സന്തോഷ സൂചകമായിട്ട് കെട്ടിയതാണത്രേ. ഈ വില്ലേജിനെ കുറിച്ച് നമ്മുടെ ഡ്രൈവർ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഫ്രാൻസിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ആണെന്നാണ് പറഞ്ഞത്. പോകുന്ന വഴിയിലുടനീളം ചെറിയ ചെറിയ കച്ചവടങ്ങളും കോഫി ഷോപ്സൊക്കെ തന്നെയാണ് ഇവിടെയുള്ളത്. ഇവിടെ ലാവൻഡർ ഫീൽഡ്സ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ലാവൻഡർ, പെർഫ്യൂം, സോപ്പ്, അതുപോലെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ വിൽക്കാനുണ്ടായിരുന്നു. നമ്മൾ ലാവൻഡർ പാടത്തിലൂടെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ അത് പൂത്ത് നിൽക്കുന്ന സമയമല്ല, അത് കാരണം പൂക്കൾ കാണാൻ സാധിക്കില്ല.
ഈ ഷോപ്പിലേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്മെല്ലായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഷോപ്സ് മൊത്തം ഈ ലാവൻഡർ കളറും സ്മെല്ലും എല്ലാം കൂടി ഭയങ്കര ശരിക്കും ഒരു ഡിവൈൻ ഫീലാണ് തോന്നിയത്. അതുപോലെ തന്നെ ഇവിടുത്തെ നിലം കാണാനും ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. കല്ലിങ്ങനെ കൊത്തി മിനുക്കി വെച്ച പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടുത്തെ ജലാറ്റോ കഴിച്ചിട്ടു. അതായത് ഇത് സിട്രസ് ഫ്ലേവർ ആയിരുന്നു. ഇതിൽ മിൽക്കോ ക്രീമോ ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിലുള്ളത് സ്ട്രോബെറി ആൻഡ് ലൈമായിരുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ വണ്ടിയിൽ കയറി. അപ്പോഴേക്കും ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ ട്രിപ്പിനെയൊന്നും മഴ ബാധിച്ചില്ല. ഇതാണ് ഇവിടുത്തെ ലാവൻഡർ ഫീൽഡ്സ്. ഇത് സീസൺ സമയത്ത് വരികയാണെങ്കിൽ പൂത്ത് നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും എന്നാണ് കേട്ടത്. ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പക്ഷെ നമുക്ക് ഈ സമയത്ത് ഇപ്പോൾ എന്തായാലും കാണാൻ സാധിക്കില്ലല്ലോ. പിന്നെ തിരിച്ചു വരുമ്പോൾ ഡ്രൈവർ നമ്മുടെ പെർഫ്യൂം അടിക്കുന്നതിനെ കുറിച്ചിട്ട് ചെറിയൊരു ക്ലാസ് എടുക്കുകയായിരുന്നു. നമുക്ക് ആൾക്കറിയുന്നൊരു കാര്യം പറഞ്ഞു തരായിരുന്നു കേട്ടോ, വേറെ ഒന്നുമല്ല. അതായത് നമ്മൾ ഈ പെർഫ്യൂം അടിക്കുമ്പോൾ ഓരോരുത്തരോട് എവിടേക്ക് അടിക്കുക ചോദിക്കായിരുന്നു. പല ആൾക്കാരും ഹോൾ ബോഡി ഫുൾ അടിച്ച് വെക്കും എന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ ആൾ പറയുന്നത് പെർഫ്യൂം ശരിക്കും അടിക്കേണ്ടത് 2 സ്പോട്ടിലാണ്. ഒന്ന് നമ്മുടെ കൈയിൻ്റെ റിസ്റ്റിൽ, പിന്നെ ഒന്ന് നമ്മുടെ തലയുടെ പിന്നിൽ, അതായത് മുടിയും തലയും ജോയിൻ ചെയ്യുന്ന ഒരു സൈഡ് ഉണ്ടല്ലോ, ആ ഭാഗത്ത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അടിച്ചാൽ ശരീരത്തിൽ പാട് വരാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല പണ്ടുള്ളവരൊക്കെ വിഷ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ കിസ് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ ആ സമയത്ത് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കയ്യിലടിക്കുന്നതെന്ന്. എന്തായാലും അങ്ങനെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പതിയെ നമ്മുടെ സ്ഥലത്തിനോട് വിട പറയായി നമ്മൾ തിരിച്ച് നമ്മുടെ നീസിലേക്ക് എത്തി. എന്തായാലും നമ്മുടെ ഇതുവരെയുള്ള ട്രിപ്പിൽ നമ്മൾ കണ്ട സ്ഥലങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളിലൊന്ന് ഗോർജ് വെർദോൺ തന്നെയായിരുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല കേട്ടോ. വരുന്ന വഴി ഇതുപോലൊരു മഴവില്ല് കൂടി കണ്ടു. അങ്ങനെ തിരിച്ച് നമ്മളെ നമ്മുടെ നീസിൽ തന്നെ ഡ്രോപ്പ് ചെയ്തു. നമ്മൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി വീണ്ടും നമ്മുടെ ഈ ബീച്ചിൽ വന്ന് കുറേ നേരം ഇരുന്നു. ഈ ബീച്ചും നമുക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ട്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട് നമ്മൾ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നാളെ നമ്മൾ ഈ നീസിനോട് വിട പറയുമെന്ന് ആലോചിച്ചപ്പോൾ ചെറിയൊരു വിഷമം തോന്നി. അതുപോലെ തന്നെ ഇവിടെ അടുത്താണ് എയർപോർട്ട്. അത് കാരണം ഒരുപാട് ഫ്ലൈറ്റ്സ് ലാൻഡ് ചെയ്യണതും ടേക്ക് ഓഫ് ചെയ്യണതും നമ്മൾ കണ്ടു കേട്ടോ. അത് നമ്മൾ സാധാരണത്തിലും കുറച്ച് നേരത്തെ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മളൊരു പാസ്തയും ഗാർലിക് ബ്രെഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. നല്ല ടയേർഡായിരുന്നു, അതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. യൂറോപ്പ് സീരീസിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.